പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് കിരണിനെ വിളിച്ചിട്ട് ഒന്ന് സീരിയസ് ആയിട്ട് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയാനാട്ടോ. നീ തിരക്കിലാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കിരൺ പറയും ഇനിയിപ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും നിൻ്റെ കാര്യം കഴിഞ്ഞിട്ടാവാം എന്ന് പറയാണ്. അങ്ങനെ ബീച്ചിൻ്റെ സൈഡിലേക്ക് വരാനായിട്ട് ആദർശ് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് ആദർശ് കിരണിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ കിരൺ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടിട്ട് നിൻ്റെ കരണം നോക്കി ഒന്ന് തരാനാണ് എനിക്ക് തോന്നിയെന്ന് പറയും. അപ്പോൾ ആദർശ് പറയാണ് അത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ചന്തുമോളുടെ അച്ഛൻ ഞാനല്ല എന്ന് പറയട്ടോ. അപ്പോൾ കിരൺ പറയുന്നുണ്ടായിരുന്നു അതെനിക്കറിയാം, ഇങ്ങനൊരു കാര്യം നിൻ്റെ ജീവിതത്തിൽ നടന്നപ്പോൾ തന്നെ നീ നയനേനെ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കേണ്ടതായിരുന്നു, അതിനാണ് കാരണം നോക്കി ഒന്ന് തരണം എന്ന് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ നയന അതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്ന സമയത്ത് കല്യാണീനെ പോലെ തന്നെയാണ് നയനയും, അവളും നിന്നെ അവിശ്വസിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കാര്യം ആയതുകൊണ്ടാണ് എനിക്ക് പേടിയുണ്ട് അവളോട് പറയുന്ന സമയത്ത് അവളെ ഇത് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ലല്ലോ എന്ന് പറയാണ്. അപ്പം നീ എന്തായാലും നയനേനോട് ഇത് തുറന്ന് പറയേണ്ടതായിരുന്നു, കല്യാണീനെ പോലെ തന്നെയാണ് നയന നിൻ്റെ കൂടെ നിൽക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോഴും കല്യാണീനെ പോലെ അല്ലല്ലോ, കല്യാണിക്ക് നീ ഒരു ഷെൽട്ടർ കൊടുക്കില്ലായിരുന്നോ, അതിനുശേഷമല്ലേ അവളുടെ ജീവിതം ഒന്ന് മെച്ചപ്പെട്ടത്, പക്ഷേ നയന എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ടായിരുന്നു ആയിക്കോട്ടെ, തുടക്കത്തിൽ നിങ്ങൾ കീരിയും പാമ്പും ആയിരുന്നെങ്കിലും ഇപ്പം നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയല്ലേ മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് നിൻ്റെ കൂടെ നിൽക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനാട്ടോ. അപ്പോൾ നയനയോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയണമെന്ന് പറഞ്ഞ് കിരൺ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. നയനയോട് ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി, ഞാനും കല്യാണിയും കൂടി വന്ന് നയനയോട് സംസാരിച്ചോളാം എന്നൊക്കെ പറയുകയാണ്. ഒരിക്കൽ നിൻ്റെ അമ്മയും നയനയും കൂടി ഇങ്ങനെ പരസ്പരം സ്നേഹിച്ച് തുടങ്ങിയത് അവർ മറച്ചു വെച്ചതിന് നീ അവളെ കുറച്ച് കഷ്ടപ്പെടുത്തിയതല്ലേ, അപ്പോൾ ഇങ്ങനെ ഉണ്ടായ സമയത്ത് തന്നെ ഇങ്ങനൊരു കാര്യം നിൻ്റെ ജീവിതത്തിൽ നടന്നപ്പോൾ തന്നെ നീ എല്ലാം നയനയോട് പറയേണ്ടതായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും നീ നയനയോട് ഈ കാര്യങ്ങളെല്ലാം ഇന്ന് തന്നെ തുറന്നു പറയണം, എന്നിട്ട് തുറന്നു പറഞ്ഞാൽ മാത്രം പോരാ, അവിടെ ചെന്നിട്ട് എന്നെ വിളിക്കുകയും വേണം എന്ന് പറയൂട്ടോ. എന്തായാലും ആദർശ് നയനയോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാം എന്ന് സമ്മതിച്ച് അവിടെ നിന്ന് അങ്ങ് തിരിച്ചു പോരുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ചന്തുമോളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നയനയാണെങ്കിലും. അപ്പോഴേക്കും ദേവയാനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനി അവരുടെ കൂടെ കൂടുകയാണ് കേട്ടോ. അപ്പോഴേക്കും എനിക്കൊരു കോള് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ നീ എന്താ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും വിളിക്കാതെ എന്നൊക്കെ ഇങ്ങനെ നയനയോട് ചോദിക്കുകയാണ്. അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ കൂടെ ചന്തുമോള് എന്തോ ശബ്ദം ഉണ്ടാക്കിയിട്ട് ശബ്ദം നവ്യ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതാ അവിടെ ഒരു കുട്ടി എന്ന് ചോദിക്കട്ടോ. അപ്പോൾ നയന പറയുകയാണ് അത് ആദർശേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയാണെന്ന് പറയും. അപ്പോൾ നീ എന്തിനാണ് നയന എന്നോട് കള്ളം പറയുന്നത്, അബിയുടെ മുത്തച്ഛൻ അവിടേക്ക് ഒരു കുട്ടീനെ കൊണ്ടുവന്ന കാര്യമൊക്കെ അബി എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ടായല്ലോ, പിന്നെന്തിനാ ഇങ്ങനെ പെട്ടെന്നൊരു കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ ഇങ്ങനെ നവ്യാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നവ്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല മോളാണ് ചന്തുമോള്, ആരും സ്നേഹിക്കുകയുള്ളൂ, ആ കുട്ടീനെ കണ്ടാൽ എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് വേറെ വല്ല പൊല്ലാപ്പോ ആവാതിരുന്നാൽ മതി എന്ന് പറയട്ടോ. അപ്പോൾ നീ ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് വാ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു നവ്യ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോ എന്ന് ചോദിക്കും. അപ്പോൾ അബി ചേച്ചിനോടെല്ലാം പറഞ്ഞു എന്ന് പറയുമ്പോൾ അവൻ്റെയും അതുപോലെ തന്നെ ജലജയുടെയും മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇരിക്കില്ല, അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവരോട് പറയാൻ പറ്റില്ല എന്നൊക്കെ അവർ രണ്ടുപേരും കൂടെ പറയുന്നുണ്ട്. പിന്നീട് ആദർശാണെങ്കിലും അവിടേക്ക് തിരിച്ചു വന്നല്ലോ. അപ്പോൾ ദേവേനെ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എവിടെ ആദർശ ഈ കറങ്ങി നടക്കുന്നത്, നിനക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്കത് എന്നോട് പറയാൻ പറ്റില്ലെങ്കിൽ നയനോടെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കത് തുറന്ന് പറയണം, എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് നയനേനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ചെല്ല്, അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവനതൊക്കെ മോളോടൊന്ന് തുറന്ന് പറഞ്ഞ് അവന് കുറച്ചെങ്കിലും ഒന്ന് ആശ്വാസം കിട്ടട്ടെ എന്ന് പറയും. പിന്നീട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ദേവേനയാണെങ്കിലും മോളോട് പറയുന്നുണ്ടായിരുന്നു മോൾ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ, മോള് നയനാമ്മേനെ നയനാമ്മ എന്നല്ലേ വിളിക്കുന്നത്, അതുപോലെ തന്നെ ആദർശാങ്കിളിനെ ഇനി അങ്കിളേന്ന് വിളിക്കേണ്ട അച്ഛാന്ന് വിളിച്ചോട്ടോ എന്ന് പറയുമ്പോൾ കുട്ടി പറയുന്നുണ്ടായിരുന്നു എനിക്ക് പേടിയാണ് എന്ന് പറയട്ടോ. മോള് പേടിക്കൊന്നും വേണ്ട, എൻ്റെ മോനൊരു പാവമാണ്, മോളെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവന് മോളെ നന്നായിട്ട് സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ആദർശൻ നയനേനെ വിളിച്ചുകൊണ്ടുപോയി ഇങ്ങനെ എനിക്ക് നിന്നോട് ഒന്ന് സംസാരിക്കണം, ഒന്ന് പുറത്ത് പോകാമെന്ന് പറയുമ്പോൾ അതെന്തിനാണ് പുറത്ത് പോകുന്നത്, ഇവിടെ വെച്ച് സംസാരിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നീ വിചാരിക്കുന്ന പോലെ അത്ര ചെറിയ കാര്യമില്ല, കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് പോവാം, നമുക്ക് ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കാം എന്ന് പറയുകയാണ്. ഞാൻ പറയാൻ പോകുന്നത് അത്ര ശാന്തത ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല, അതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ആദർശേട്ടന് എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു അത് എനിക്കൊരു രോഗമുണ്ട്, എൻ്റെ മനസ്സിനും എൻ്റെ ഹൃദയത്തിനൊക്കെയാണ് ആ രോഗം എന്ന് പറയുമ്പോൾ, എന്നിട്ട് നേരത്തെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ അതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ എടി ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ മനസ്സിൻ്റെ പ്രശ്നമാണ്, നീ ഇതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ തളർന്നു പോകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്.
അപ്പോൾ നൈനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലേ, ഇനിയിപ്പോൾ ആദർശേട്ടന് അത് തുറന്ന് പറയാതെ എൻ്റെ പ്രഷർ കുറയില്ല എന്ന് പറയുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ ബീച്ചിൻ്റെ സൈഡിലേക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ ആ ഒരു ഇതിലേ എടുക്കാവൂ എന്നൊക്കെ ആദ്യം ഇങ്ങനെ തുടക്കമിട്ടിട്ടാണ് കേട്ടോ പിന്നീട് അനഘയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. അന്ന് അവിടെ ഫോട്ടോ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ അബി കുറേ നാടകം കളിച്ചല്ലോ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അതുപോലെ നയനയോടും പറയുന്നുണ്ടായിരുന്നു. അപ്പം നയനയാണെങ്കിലും അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നയനയുടെ മുഖമൊക്കെ പെട്ടെന്ന് അങ്ങ് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശനാണെങ്കിലും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. നയന പെട്ടെന്ന് അങ്ങ് സീരിയസ് ആവുകയാണ് കേട്ടോ. എന്നിട്ട് നയനെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശേട്ടനെ അവളെ അറിയില്ലെങ്കിൽ പിന്നെ അവളുടെ വീട്ടിൽ എങ്ങനെ ആദർശേട്ടൻ്റെ ഫോട്ടോ വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയും, അത് എന്നെ ആരോ പെടുത്തിയതാണ്, മനഃപൂർവ്വം എന്നെ ചതിച്ചതാണ്, എനിക്ക് അനഘയായിട്ടല്ല ഒരു പെൺകുട്ടിയായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല, ഞാൻ ആരെയും ഇതുവരെ സ്നേഹിച്ചിട്ടില്ല, അനഘേനെ ഞാൻ അന്നാണ് അവിടെ വെച്ചാണ് കാണുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും പിന്നീട് നൈനയാണെങ്കിലും ആദർശിനെ അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സീരിയസ് ആയത് എന്തുകൊണ്ടാണെന്നറിയോ, ആദർശേട്ടൻ ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ എന്നോടായിരുന്നു പറയേണ്ടിയിരുന്നത്, ആദർശേട്ടൻ എന്നോട് അത് മറച്ചു വെച്ചില്ലേ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്നേക്കാളും വിശ്വാസം ആദർശേട്ടനെയാണ്, ഈ ഒരു കാര്യം എന്നോട് മറച്ചു വെച്ചതിലാണ് എനിക്ക് ചെറിയൊരു ദേഷ്യമുള്ളത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് കിരണാണല്ലോ ഇത് നൈനയോട് തുറന്നു പറയാൻ പറഞ്ഞത്. അപ്പോൾ ആ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ ആദർശ്. അപ്പോൾ എന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് കിരണേട്ടൻ പറയേണ്ടി വന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഒരു രഹസ്യം പാടില്ല എന്നുള്ളത്, എന്നിട്ടും എന്നോടത് മറച്ചു വെച്ചില്ലേ എന്നുള്ളൊരു പരിഭവമൊക്കെ നൈന പറയുന്നുണ്ടെങ്കിലും എന്തായാലും ആദർശിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ നൈന നിൽക്കുന്നത്. നൈനേക്കാളും വിശ്വാസമാണ് ആദർശിനെ എന്നാണ് നൈന പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആദർശിനൊരു സമാധാനം ആവുന്നുണ്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ. പിന്നീട് അനഘയാണെങ്കിലും മരിക്കാൻ പോകുന്ന സമയത്ത് മരണമൊഴി പോലെയാണ് മുത്തച്ഛനെ വിളിച്ചിട്ട് ചന്തുമോളുടെ അച്ഛൻ അങ്ങനെ സാറിൻ്റെ കൊച്ചുമകനാണെന്ന് പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ എന്തായാലും ചന്തുമോളുടെ അച്ഛൻ ഞാനല്ല, പിന്നെ അനിയും ആവാൻ സാധ്യതയില്ല. പിന്നീട് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് അബീനെയാണ്. അബിയാണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം അവിടെ വെച്ച് നടന്നപ്പോൾ അങ്ങനെ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് എല്ലാവരോടും പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഔദാര്യം പോലെ അതൊക്കെ അങ്ങ് പറയുമായിരുന്നു. ഇതിൻ്റെ പേരിൽ അവനിപ്പോൾ ഞാൻ കുറേ പണം കൊടുത്തു കഴിഞ്ഞു, അവനിങ്ങനെ ഇത് പുറത്ത് പറയുമെന്ന് പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ ബ്ലാക്ക് മെയിലിന് വഴങ്ങേണ്ട കാര്യമൊന്നുമില്ല, ആദർശേട്ടൻ്റെ കൂടെ ഞാനില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നയനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അന്ന് അനഘയുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ നടന്നപ്പോഴും മുത്തശ്ശനാണെങ്കിലും ആദർശിനെ എങ്ങനെ അവിശ്വസിക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. മുത്തശ്ശനാണെങ്കിലും ആദർശിനെ നല്ല വിശ്വാസമാണ്, അതുകൊണ്ട് തന്നെ ആദർശിൻ്റെ കൂടെ നിൽക്കില്ലേ ചെയ്തത്. അതും നയനയോട് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ചന്തുമോള് വന്ന് കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോഴാണ് മുത്തശ്ശൻ്റെ മനസ്സൊന്ന് അലിഞ്ഞത് എന്ന് പറയൂ കേട്ടോ. അപ്പം നയനി അതുപോലെ തന്നെ ആദർശിൻ്റെ കൂടെ കട്ടയ്ക്ക് അങ്ങ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആദർശിനൊരു സമാധാനം ആവുന്നുണ്ട്. പിന്നീട് കിരണിനെ വിളിക്കുന്നുണ്ടായിരുന്നു. കിരണിനെ വിളിച്ച് അവർ 3 പേരും കൂടെ സംസാരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ എന്തോ ചതി നടന്നിട്ടുണ്ട്, അത് കണ്ടെത്തണം എന്ന് പറയുമ്പോൾ ചന്തുമോളുടെ അച്ഛൻ ആരാന്ന് കണ്ടെത്താൻ നമുക്ക് എളുപ്പമല്ലേ, DNA ടെസ്റ്റ് നടത്തിയാൽ മതി, അബീനെ തന്നെയാണ് അവർക്ക് സംശയം, അതുകൊണ്ട് അബിയുടെ മുടിയും ചന്തുമോളുടെ മുടിയും ആദർശിൻ്റെ മുടിയും തന്നാൽ മതി എന്ന് കിരൺ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് DNA ടെസ്റ്റ് എടുപ്പിച്ചോളാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നീട് നൈന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഉടനെ പോകണം, മോളെന്നെ കാണാതെ വിഷമിക്കായിരിക്കും എന്ന് പറയുമ്പോൾ കിരൺ ചോദിക്കുകയാണ്, മോളുമായിട്ട് അത്രയ്ക്ക് അടുത്തോന്ന് ചോദിക്കും. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, ഞാൻ മാത്രമല്ല അമ്മയും മോളുമായിട്ട് നന്നായിട്ട് അടുത്തിട്ടുണ്ട് എന്ന് പറയും. എന്നാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ പിറകെ പോകേണ്ട ആവശ്യമുണ്ടോ, ആ മോള് നിങ്ങളുടെ കൂടെ അവിടെ അങ്ങ് വളർന്നോട്ടെ എന്ന് പറയുമ്പോൾ ആദർശാണെങ്കിലും കിരണിൻ്റെ മുഖത്തേക്ക് നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച്